സന്നിധി തന്നിൽ നായക എന്നും. ദൈവത്തിൻ്റെ ദിവസനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ സെവന്ത് ഡേ അഡ്വെന്റിസ്റ്റ് സഭ പ്രവചനം പഠിക്കുന്നത് ഹിസ്റ്റോറിസം തിയറി പ്രകാരമാണ്. വെളിപാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. ഹിസ്റ്റോറിസം തിയറി പ്രകാരം മൃഗം എന്ന് പറയുന്നത് റോമൻ കത്തോലിക്ക സഭയെ പ്രതിനിധീകരിക്കുന്ന പാപ്പാത്തുവും, രണ്ടാമത്തെ മൃഗം അമേരിക്കയും, മൃഗത്തിൻ്റെ പ്രതിമ എന്ന് പറയുന്നത് ഈ പാപ്പാത്തുവും അമേരിക്കയും തമ്മിൽ കൂടിച്ചേർന്നുകൊണ്ട് ഒരു പുതിയ ശക്തിക്ക് രൂപം കൊടുക്കുകയും ചെയ്യുന്നതാണ്. അതിനെയാണ് പ്രതിമ എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എപ്രകാരമാണ് ഈ പ്രതിമയ്ക്ക് ജീവൻ നൽകുന്നത്? ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു മനുഷ്യനെ സ്വർഗത്തിലെ ദൈവം ഉണ്ടാക്കിയപ്പോൾ, മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ളതായി തീർന്നു. അങ്ങനെയാണ് എങ്കിൽ പ്രതിമയ്ക്ക് എപ്രകാരം ജീവനുള്ളതായി തീരുന്നു? നാം ആദ്യം കണ്ടതുപോലെ അമേരിക്കൻ ഐക്യനാടുകളും റോമൻ സാമ്രാജ്യവും ചേർന്ന് ഒരു പുതിയ ശക്തി കൊടുക്കുമ്പോൾ, ഒരു പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, പുതിയ രാഷ്ട്രമായി ആജ്ഞാപിക്കാനുള്ള ഒരു ശക്തി കൊടുക്കുമ്പോഴാണ് അതിന് മൃഗത്തിന് ജീവനുള്ളതായി തീരുന്നത്. ഈ മൃഗം സംസാരിക്കുന്നത്, ഈ മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കുന്നത് ദൈവത്തിനും ദൈവജനങ്ങൾക്കും എതിരായിട്ടാണ് എന്ന് കാണുന്നു. ആദിമ കാലഘട്ടങ്ങളിൽ റോമൻ കത്തോലിക്ക സഭ ഇരുണ്ട കാലഘട്ടങ്ങളിൽ പ്രൊട്ടസ്റ്റന്റ് സഭകളെ, പ്രൊട്ടസ്റ്റന്റ് നവോത്ഥാന പ്രസ്ഥാനങ്ങളെ നശിപ്പിച്ചതുപോലെ വരുന്നതായ കാലങ്ങളിൽ ദൈവത്തിൻ്റെ ശേഷിപ്പ് സഭയെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ളതായ സംസാരമായിരിക്കാം. അത് അവരുടെ അധികാരം കൊണ്ടുള്ളതായ തീരുമാനങ്ങളാണ് കടന്നു വരുന്നതെന്നതാണ്. ഈ അന്ത്യകാലങ്ങളിൽ ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ വേണ്ടി സാധിക്കുമാറാകട്ടെ. നമുക്കതിനുവേണ്ടി കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തു യേശുവിൽ ഞങ്ങളോട് കൂടാ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഈ അന്ത്യനാളുകളിൽ ജീവിക്കുമ്പോൾ നിൻ്റെ സ്നേഹത്തിൽ, നിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ തൊക്കണം അടികൾക്ക് ആകുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്നതായ ഓരോ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അധികമായി ദൈവത്തോട് ചേർന്നിരിപ്പാൻ, അധികമായി ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ തൊക്കണം ശക്തിയായിരിക്കും മാറണമേ. അടികൾക്ക് വേണ്ടി ജീവിച്ച് യേശുവിൻ്റെ നാമത്തിൽ താഴ്മ അപേക്ഷിക്കുന്നു. ആമേൻ.